കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ദില്ലി ചലോ മാർച്ച് നിലവിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തടഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും വലിയ സുരക്ഷാ വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഉള്ളത് ദില്ലിയിലെ സിംഗു അതിർത്തിയിലാണ്. സിംഗു അതിർത്തിയിലെ ഒരു കാഴ്ചയാണ് ഈ കാണാൻ കഴിയുന്നത്. വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ്, അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ, അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഇവിടെ ഈ മാർച്ചിനെ തടയാൻ വേണ്ട നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വിവിധ ലെയറുകളായി കോൺക്രീറ്റ് പാളുകൾ ഉൾപ്പെടെ നിരത്തി അത് റോഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഒരു കാരണവശാലും ഈ മാർച്ച് ദില്ലിയിലേക്ക്, പ്രത്യേകിച്ച് ട്രാക്ടറുകളാണ് വരുന്നത്, ഒരു കാരണവശാലും ദില്ലിയിലേക്ക് ഇത് കടക്കരുത്. ദില്ലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായി തന്നെ അറിയാം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കയ്യിൽ ടിയർ ഗ്യാസ് ഉൾപ്പെടെ ഉണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണവുമായി ഇവിടെ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ മാർച്ച് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെ തടയുക എന്താണ് ഇവരുടെ ലക്ഷ്യം. മറ്റു വശത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ മഞ്ഞ നിറത്തിലുള്ള ബാരിക്കേഡുകൾ നിർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ വലിയ രീതിയിൽ തന്നെ ഈ അതിർത്തികളിലുള്ളതുപോലത്തെ മുള്ളുവേലികൾ, മുള്ളു കമ്പികൾ റൗണ്ടായി ചുറ്റിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളാണുള്ളത്. ഈ പോകുന്ന വാഹനങ്ങളിൽ മണ്ണ് കയറ്റിയ വാഹനങ്ങളാണ് ഈ പോകുന്നത്. റോഡിൽ ഈ വാഹനങ്ങളിൽ മണ്ണ് കുത്തിയിടാനുള്ള തീരുമാനമാണ് ഉള്ളത്. ഒരു കാരണവശാലും ഈ പ്രതിഷേധം ദില്ലി അതിർത്തിയിലേക്ക് കടക്കരുത് എന്താണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉള്ളത് ദില്ലി ഹരിയാന ദേശീയപാത 46-ലാണ്. ഈ ദേശീയപാത ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുന്നു എന്നും പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ മറ്റൊരു വശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ നിർത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ഈ റോഡുകൾ തടഞ്ഞിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ആ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടെയ്നറുകളാണ്. ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ മണ്ണ് നിറച്ച് അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് തള്ളി നീക്കാൻ കഴിയില്ല. എന്താണെങ്കിലും ഒരു 500 മീറ്ററോളം ദൂരം ഇത്തരത്തിൽ വിവിധങ്ങളായ ബാരിക്കേഡുകൾ, അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ, അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടാനുള്ള ഒരുക്കമാണ് ഉള്ളത്. നമ്മൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇതിനോടകം തന്നെ ഒരു റൗണ്ട് സംഘർഷം പൂർത്തിയായിരിക്കുന്നു. കാരണം കർഷക സംഘടനകൾ പഞ്ചാബിൽ നിന്നാണ് ഇന്ന് അവരുടെ മാർച്ച് ആരംഭിച്ചത്. പഞ്ചാബിൽ നിന്ന് അംബാല, പ്രത്യേകിച്ച് പഞ്ചാബ് അതോടൊപ്പം ഹരിയാന അതിർത്തിയിലേക്ക് എത്തിയപ്പോൾ അവിടെ മാർച്ചിന് സമാനമായ രീതിയിൽ തന്നെ ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളുകളും എല്ലാം വെച്ചുകൊണ്ട് തടയുകയാണ് ഉണ്ടായത്. ആ കോൺക്രീറ്റ് പാളുകൾ നീക്കാൻ കർഷകർ ശ്രമിച്ചതിന് പിന്നാലെ അവിടെ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിന് പിന്നാലെ അവിടെ കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിക്കുകയും ചെയ്തു. പോലീസും അതോടൊപ്പം തന്നെ കർഷകരും ഏറ്റുമുട്ടി എന്ന് തന്നെ വേണം നമുക്ക് പറയാം. നിലവിൽ കർഷകർ ട്രാക്ടറുകളിലാണ് മാർച്ചിലേക്ക് വന്നിരിക്കുന്നത്. ആ ട്രാക്ടറുകൾക്കിടയിൽ 6 മാസത്തേക്ക് വേണ്ട ഭക്ഷണ വസ്തുക്കൾ, അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട് എന്നും ഏറ്റവും പ്രധാനമാണ്. എന്താണെങ്കിലും കർഷക സമരം ഒരിക്കൽ കൂടി രാജ്യത്ത് ആളിക്കത്തുകയാണ്. തീർച്ചയായും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ഈ കർഷക സമരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആവശ്യങ്ങൾ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ സമരത്തിലേക്ക് കർഷകർ പോകും എന്ന് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആക്കുകയും ചെയ്യും. വീഡിയോ കണ്ണം പ്രശ്നത്തിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.